കേരളത്തിനടുത്ത മുഖ്യമന്ത്രി ആര്? അതാണ് ഏറ്റവും തീവ്രം ചർച്ച. പ്രതിപക്ഷ ആര് എന്ന ചർച്ച കൂടിയുണ്ട്, അത് മറ്റൊരു ഭാഗം. പക്ഷേ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയുടെ കാര്യത്തിൽ ഇപ്പോൾ പലവിധ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ്. ഡൽഹിയിലേക്ക് നേതാക്കളെല്ലാം പോവുകയാണ്. അതിൻ്റെ പലയിടത്തും ഓരോ നേതാക്കൾ, ഇപ്പോൾ 3 നേതാക്കളുടെ പേരാണ് പ്രധാനമുള്ള 3 നേതാക്കൾക്ക് വേണ്ടി ഫ്ലെക്സുകളുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്, അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളുണ്ട്, പ്രകടനങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്നത് തലസ്ഥാനത്ത് നിന്നാണ്, പാളയത്ത് നിന്നാണ് ഈ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ. അത് VD സതീശന് അനുകൂലമായ ഒരു പ്രതിഷേധ പ്രകടനമാണ്. VD സതീശന്റെ ചിത്രം ഉൾപ്പെടെ പതിച്ച ഷർട്ട് ധരിച്ചുകൊണ്ട് ഒരാൾ മുന്നിൽ നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിലുള്ളത്, എന്തടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ പാളയത്ത് VD സതീശന് വേണ്ടി തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം, അനുകൂലിച്ചുള്ള പ്രകടനം നടക്കുകയാണ്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ഉണ്ട്. ഇന്ദു, തലസ്ഥാനത്താണ് ഈ പ്രതിഷേധ പ്രകടനമുള്ളത്. അത് VD മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഒരു പ്രതിഷേധ സ്വഭാവത്തിലാണെന്നാണ് മുദ്രാവാക്യം കേൾക്കുമ്പോൾ മനസ്സിലായത്. ആരെല്ലാമാണ് ഈ പരിപാടിയിൽ VDക്ക് പിന്തുണ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്? സതീശനെ അനുകൂലിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന് അനുകൂലിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലായി ഒത്തുകൂടിയിരിക്കുന്നത് പറയാം. ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് പറഞ്ഞിരുന്ന പ്രകടനമാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും ആളുകളെല്ലാം നിറയെ എത്തി തുടങ്ങിയിട്ടുണ്ട്. മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. VD സതീശനല്ലാതെ മറ്റാര് മുഖ്യമന്ത്രിയാകണമെന്നാണ് മുദ്രാവാക്യം ഉയരുന്നത്. മറ്റാരും അദ്ദേഹത്തിന് പകരം വെക്കാനില്ല. ഇത്തരത്തിലുള്ള ഒരു വിജയം, ഈ 100-ലധികം സീറ്റുകൾ നേടിയുള്ള പൊന്നും വിജയം, അത് VD സതീശൻ അവകാശപ്പെട്ടതാണ്. VD സതീശനാണ് പട നയിച്ചതെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ മറ്റു ആളുകൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആവശ്യമുന്നയിച്ചെത്തിയതിന്റെ ആ ഒരു ഇഷ്ടക്കേടും പ്രതിഷേധവും ഒക്കെ വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾ വീണ്ടും ഇവിടേക്ക് കൂടുകയാണ് എന്ന് തന്നെ പറയാം. അക്രമാസക്തമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സേന തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോഴും ഇവിടേക്ക് പലയിടങ്ങളിൽ നിന്നും ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വിവിധ മേഖലകളിൽ, തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരും തിരുവനന്തപുരത്തെ മറ്റു നേതാക്കളുമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളത്. മാത്രമല്ല VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി സാധാരണ നമ്മൾ പലയിടത്തും കാണുന്ന ദൃശ്യങ്ങൾ പോലെയല്ല, ആൾക്കൂട്ടം വളരെ വലുതാണ്. അപ്പോൾ ഇത് വളരെ ശക്തമായൊരു VD സതീശൻ അനുകൂല റാലിയെന്നോ VD സതീശൻ അനുകൂല മുദ്രാവാക്യം വിളിയെന്നോ അങ്ങനെ കൂട്ടായ്മയെന്നൊക്കെ പറയാൻ കഴിയുന്നതിൽ കൂടുതൽ ആളുകളുടെ എണ്ണം കാണുന്നുണ്ട്. അവരുമായി സംസാരിക്കാൻ കഴിയുമോ? ആരെല്ലാം ഉണ്ട്? അത് ഈ സർവീസ് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണോ, അതോ DCC തലത്തിലുള്ള ആളുകളാണോ? ആരെല്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ അവരുമായൊക്കെ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ രേണു? രതീഷ്, ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രകടനം ആരംഭിച്ചിട്ടേ ഉള്ളൂ, മുന്നോട്ട് പോയിട്ടില്ല. നിലവിൽ എല്ലാവരും ഒത്തുകൂടി മുദ്രാവാക്യം വിളിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നുമുള്ള റെസ്പോൺസ് ലഭ്യമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്രമല്ല, ഇതിന് ചുറ്റുമായിട്ട് 100 കണക്കിന് അല്ലെങ്കിൽ ഇതൊരു 1000-ഓട് അടുക്കുമെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് ആളുകൾ വീണ്ടും ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മുദ്രാവാക്യം വിളിയുടെ ആവേശത്തിലും ആ ഒരു പ്രകടനം തുടങ്ങുന്നതിന്റെ ആ ഒരു ആരംഭഘട്ടത്തിലുമാണ് നിലവിലിവിടെ വന്നെത്തിയിരിക്കുന്നവരെല്ലാവരും. ഉടനെ തന്നെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അവരുടെയൊക്കെ ഒരു അഭിപ്രായവും അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അഭിപ്രായങ്ങളൊക്കെ വളരെ വൈകാതെ തന്നെ നേതാക്കൾ കൂടി പ്രതിഷേധ പരിപാടിക്ക് ഈ പിന്തുണ അർപ്പിക്കുന്ന ഈ പ്രകടനത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ സൂചനയുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ അവർ? രതീഷ്, കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളെ അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അതേസമയം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ജനക്കൂട്ടത്തിനിടയിലുള്ള അവർക്ക് സുപരിചിതരായിട്ടുള്ള നേതാക്കൾ ഇതിലേക്ക് എത്തിച്ചേരുമെന്നാണ് രതീഷ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രകടനം നടക്കുന്നു. തലസ്ഥാനത്ത് വലിയ ആൾക്കൂട്ടമാണ്. അത് VD സതീശന് അനുകൂലമായ
മുദ്രാവാക്യം വിളിയാണ്. ആ മുദ്രാവാക്യം വിളിയിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. വി ഡി സതീശന് വേണ്ടി വലിയ ആൾക്കൂട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ട്. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുണ്ട്. ആര് ഏത് എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ട. അതേസമയം തന്നെ വി ഡി സതീശന് പിന്തുണയുമായി പേരാമ്പ്രയിലും പ്രകടനം നടത്തുന്നുണ്ട്. അതേസമയം കെ സി വേണുഗോപാലിന് പിന്തുണയുമായി വയനാട്ടിൽ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നതുണ്ട്. അതേസമയം വയനാട്ടിലെ UDF MLA-മാരുടെ നിലപാടിൽ കെ സി വേണുഗോപാൽ അനുകൂലമായ നിലപാടിൽ ലീഗിന് അതൃപ്തി എന്നൊരു വാർത്തയുണ്ട്. ഒരു പരസ്യ പ്രതികരണം കൂടി വരുന്നുണ്ട്. MLA-മാർ വോട്ടർമാരുടെ വികാരം കണക്കിലെടുക്കണമെന്നാണ് ലീഗിന്റെ ജില്ലാ ട്രഷറർ PK അബൂബക്കർ പറയുന്നത്. UDF വിജയത്തിൽ നിർണായകമായ വി ഡി സതീശൻ നേതൃത്വമാണ് എന്നതാണ് ജില്ലാ സെക്രട്ടറി T മുഹമ്മദിന്റെ പ്രതികരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നതാണ് വയനാട്ടിൽ നിന്നുള്ള ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണമായി വരുന്നത്. ഏതായാലും പരസ്യ പ്രതിഷേധങ്ങൾ വിലക്കിക്കൊണ്ടുള്ള സർക്കുലർ അതിനിടയിൽ KPCC ഇറക്കി എന്ന അമൽ തേനമ്പറമ്പിന്റെ പുതിയ അപ്ഡേറ്റ് കൂടി വരികയാണ്. അതേസമയം തിരുവനന്തപുരത്ത് പാളയത്ത് വി ഡി സതീശന് അനുകൂലമായ പ്രകടനം നടക്കുകയാണ്. തിരുവനന്തപുരം പാളയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുള്ളൊരു പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. കോൺഗ്രസിൽ സാധാരണ നിലയിൽ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ്, ബാനർ, പോസ്റ്റർ ഇവയൊക്കെ സാധാരണ നിലയിൽ കോൺഗ്രസിലെ ഏത് നേതൃപദവിയുമായി ബന്ധപ്പെട്ടും എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കാര്യമായ പരസ്യ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിക്കൂറിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധവും നിരാഹാരവും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അന്തരീക്ഷം അല്പം മാറിയതാണ്. പക്ഷേ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആരും ഒരല്പം പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളിലേക്ക് എത്താം. ആരൊക്കെയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകുന്നത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.